ഹായ് ഹലോ, ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു റീക്രിയേഷൻ വീഡിയോ ആണ്. എൻ്റെ കല്യാണ ഫോട്ടോ ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണ്, അല്ലെങ്കിൽ അവർ കാണുന്ന ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അവരുടെ വിവാഹം എന്ന് പറയുന്നത്. വിവാഹ ദിവസം അടിപൊളിയായിട്ട് ഒരുങ്ങുക, സാരി, മേക്കപ്പ്, ഓർണമെന്റ്സ് എല്ലാം ആരും കൊതിച്ചു പോകുന്ന രീതിയിൽ ഒരുങ്ങണമെന്നും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഞാനും അതേ ആഗ്രഹത്തിലായിരുന്നു, പക്ഷെ നടന്നൊന്നുമില്ല. അന്ന് എനിക്ക് നല്ല പനിയായിരുന്നു. ഞാൻ ഇവിടെ എവിടെയെങ്കിലും എന്റെ ഓൾഡ് ഫോട്ടോ കാണിക്കാം. പോരാത്തതിന് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു റൂമിലേക്ക് ആരും കടത്തി വിടരുത്, പല അഭിപ്രായങ്ങളും വരും, പിന്നെ പുള്ളിക്കാരിക്ക് അതൊരു ഡിസ്റ്റർബ് ആവുന്നു. എന്നെ അന്ന് കല്യാണത്തിന് ഒരുക്കിയ ആള് ഇന്ന് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, പേര് മഞ്ജു കലുണ. ആളുടെ ഫോട്ടോയും ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. കല്യാണാൽബം ഒന്നും എടുത്ത് നോക്കാറില്ല, അതുപോലെ കുളവാക്കിയിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക് പോലും പറഞ്ഞിട്ടാണ് ഇട്ടത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ എന്നെ അന്ന് ഒരുക്കി കുളവാക്കി. എന്റെ ഒരു ഫ്രണ്ട് കാരനാണ് ഞാൻ അതിലേക്ക് പോയത്. അവളുടെ നിർബന്ധം കൊണ്ടാണ് ചേച്ചി നന്നായിട്ട് ഒരുക്കും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വാഭാവികമായിട്ട് അന്നത്തെ ദിവസം നമുക്കൊന്ന് സൂപ്പറായിട്ട് കിട്ടണം. ഞാൻ അതിലേക്ക് വീണു, അങ്ങനെ കുളവായി കിട്ടി. അങ്ങനെ മേക്കപ്പിൻ്റെ ഫലമായിട്ട് നമുക്ക് ഫോട്ടോയും ആഗ്രഹിച്ച പോലെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ റീക്രിയേഷനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആർട്സും വീഡിയോസും ഒക്കെ റീക്രിയേഷന്റെ ഞാൻ കണ്ടിട്ട് അതിൽ ആർട്സ് ഗാലറി എന്ന് പറയുന്നതിൽ ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ കൊടുത്തു. അതിനുശേഷം പിക്സ്മാർട്ടില് അക്രിലിക് പെയിന്റിംഗ് അക്രിലിക് പെയിന്റിംഗ് ആണോ പ്രിന്റിംഗോ അങ്ങനെ ഒരു ഇതിൽ കൊടുത്തിട്ട് ചെയ്യിച്ചതാണ്. അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അന്ന് ഞാനും കണ്ടിട്ടില്ല ഇത് എങ്ങനെയുണ്ടെന്ന്. നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, ഞാനിത് ഓപ്പൺ ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇതിൽ കൂടുതൽ എന്ത് നന്നാവാനല്ലേ? ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതെന്റെ ഹസ്ബൻഡിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ ചെയ്യിച്ചതാണ്. 28-ാം തീയതിയാണ് ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പം എല്ലാവരും അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് പറയുമല്ലോ അല്ലേ? പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവുള്ളൂ പ്ലീസ്. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത ഒരു ലോങ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.